ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളാഘോഷം ഭക്തിസാന്ദ്രമായി. ജനലക്ഷങ്ങൾ ഒഴുകിയെത്തി. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന ദേവാലയത്തിൽ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് ഭക്തജനപ്രവാഹം. പുലർച്ചെ മുതൽ തന്നെ മൂത്തകുന്നം ചെട്ടിക്കാട് തീർത്ഥാടക പാതയിൽ ഭക്തജനങ്ങളുടെയും തീർത്ഥാടക വാഹനങ്ങളുടെയും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി വലിയ വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. വിശുദ്ധ അന്തോണീസിന്റെ 3 തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരുന്ന ഏഷ്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായതിനാൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും ഊട്ടുനേർച്ചയിൽ പങ്കുകൊള്ളുന്നതിനുമായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നാനാജാതി മതസ്ഥരായ വിശ്വാസികൾ ചെട്ടിക്കാട് ദേവാലയത്തിലേക്ക് പ്രവഹിക്കുകയായിരുന്നു. തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നതിനും വാഹനങ്ങൾ കടത്തിവിടുന്നതിനും പോലീസും വോളണ്ടിയർമാരും നന്നേ ബുദ്ധിമുട്ടി. രാവിലെ 10-ന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവിന് സ്വീകരണം നൽകി. 10:15-ന് പിതാവ് ഊട്ടുനേർച്ച ആശീർവദിച്ചു. കോഴിക്കോട് കുളത്തുവയലിൽ നിന്ന് വന്ന കണക്കഞ്ചേരി ജോയിക്കും കുടുംബത്തിനും ആദ്യ നേർച്ച പിതാവ് വിളമ്പിക്കൊടുത്തു. തുടർന്ന് പിതാവ് തിരുനാൾ ദിവ്യബലിക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു. നിങ്ങൾക്ക് എല്ലാവരും ഈ തിരുനാളിൽ എല്ലാവരും ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം. നമ്മെ സംബന്ധിച്ച ഒരു വർഷം നന്ദി പറയുവാനുള്ള ഒരു വർഷമാണ്. ഇന്നത്തെ ഈ ദിവസം കഴിഞ്ഞ ഒരു വർഷത്തിലാണ് വിശുദ്ധ അന്തോണീസിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ പറയുക. 3 കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ഓർത്തെടുക്കുക. ദൈവം നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ പറയുമ്പോൾ ഞാനിവിടെ 1.5 വർഷക്കാലം ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് വിശുദ്ധ അന്തോണീസിന്റെ സഭയിൽ നിന്ന് നന്ദി അർപ്പിക്കുവാനാണ് വന്നിരുന്നതിൽ ഭൂരിഭാഗം പേരും പറഞ്ഞ ഒരു കാര്യമാണ് വിശുദ്ധന്റെ അഴുകാത്ത നാവിന്റെ ശക്തി അനുഭവിച്ച ഒരുപാട് വചനത്തിന്റെ പാലനായിട്ട് വിശുദ്ധ അന്തോണീസ് വിശുദ്ധ ഗ്രന്ഥം കയ്യിൽ പിടിച്ചിരിക്കുന്നതിന്റെ സൂചന എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും സൗഖ്യത്തിന്റെ അനുഗ്രഹം തേടുക. വചനം വായിക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകുമ്പോൾ നമ്മുടെ നാവിന്റെ കെട്ടുകഴിക്കപ്പെടുന്നു, നമ്മുടെ ചെവിയുടെ കേൾവി ശക്തി നൽകുന്നു, നമ്മുടെ ഹൃദയത്തിലെ ഫാദർ ആന്റണി ഇലഞ്ഞിക്കൽ വചന സന്ദേശം നൽകി. തുടർന്ന് നൊവേനയും ആരാധനയും നടന്നു. രാവിലെ 6:15 മുതൽ രാത്രി 10:30 വരെ തുടർച്ചയായി ദിവ്യബലി, നൊവേന, ആരാധന എന്നിവ നടന്നു. 1 ലക്ഷത്തിലേറെ പേർ ഊട്ടുനേർച്ചയിൽ പങ്കുകൊണ്ടു. രാവിലെ ആരംഭിച്ച നേർച്ച സദ്യ രാത്രി വൈകും വരെ തുടർന്നു.
മെയ് 21 ചൊവ്വാഴ്ചയാണ് 8-ാം ഇടം. അന്നേ ദിനം ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളുടെ കൂട്ടായ്മ നടക്കും. രാവിലെ 10-ന് തീർത്ഥാടകരുടെ ഭവനങ്ങളിൽ നിന്നും ആദ്യ കുർബാന സ്വീകരിച്ച എല്ലാ കുട്ടികളും വെള്ളവസ്ത്രങ്ങൾ അണിഞ്ഞ് മാതാപിതാക്കളോടൊപ്പം പള്ളിയിൽ എത്തിച്ചേരും. രാവിലെ 6:15 മുതൽ വൈകിട്ട് 6:30 വരെ ദിവ്യബലി, നൊവേന, ആരാധന എന്നിവ ഉണ്ടായിരിക്കും. തിരുനാൾ ആഘോഷങ്ങൾക്ക് റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ, സഹവികാരി അജി ആന്റണി പുത്തൻപറമ്പിൽ, സിസ്റ്റർ ബിൻസി, ഫ്രാൻസിസ് കുറുപ്പശ്ശേരി, ജോഷി പടമാട്ടുമൽ, ബീനൻ താണിപ്പിള്ളി, അലക്സ് പള്ളിയിൽ എന്നിവർ നേതൃത്വം നൽകി.